അസ്സലാമു അലൈക്കും. ഈ അടുത്ത കാലത്ത് ഒരുപാട് കല്യാണ മുടക്കികൾ പരാജയപ്പെട്ടു. ഒരുപാട് നല്ല വിവാഹങ്ങൾ നടന്നു. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഉണ്ടായ വലിയ ഒരു നേട്ടമായിട്ടാണ് അത് കാണുന്നത്. എങ്ങനെയാണ് കല്യാണ മുടക്കികൾ പരാജയപ്പെട്ടത്? എന്തിനാണ് ഇവർ കല്യാണം മുടക്കുന്നത്? അതൊരു ഹോബിയാണ്, അതൊരു അസൂയയാണ്, അതൊരു സുഖമാണ്. അത് മുടക്കുന്നവർക്ക് ഒരു സുഖമാണ്, അതൊരു രോഗമാണ്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ഒരു കുടുംബവും ഇല്ല. ഇത് മുടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അവരൊക്കെ തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന ആ വ്യക്തി കിട്ടുന്ന ഒരു സുഖം, അത് ആ വ്യക്തിയോട് മറ്റേ കുടുംബത്തോട് ഉണ്ടാകുന്ന ഒരു അസൂയയാണ്. ഇത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട്. കുറവുകളില്ലാത്ത ജനം ഇല്ല, വ്യക്തി ഇല്ല. എല്ലാവർക്കും ഓരോ കുറവുകൾ ഉണ്ടാകും. അത് എടുത്തു പറഞ്ഞാൽ തീർച്ചയായിട്ടും അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കും. എന്തിന് ഞാനൊരു റിസ്ക് എടുക്കണം? അവർ മടങ്ങിപ്പോകും. അപ്പോൾ ഇവർ ചിരിക്കും, സന്തോഷിക്കും, പക്ഷെ പുറത്തൊന്നും പറയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ലോക്ക്ഡൗൺ സമയത്ത് ഇവർ പരാജയപ്പെട്ടു. മുടക്കികൾ പരാജയപ്പെട്ടു. കാരണം ലോക്ക്ഡൗൺ ആണ്. പുറത്തേക്ക് ഇറങ്ങലും ഒരുമിച്ച് കൂടലും പീഡിക കോലായിൽ ഇരുന്നിട്ട് ഇങ്ങനെ സൊറ പറയലും ഈ കുറ്റങ്ങളും കുറവുകളും പറയലും ഇതൊന്നും അധികം നടന്നില്ല. കാരണം മാസ്ക് ഇല്ല, പോലീസ് പിടിക്കും, പുറത്തിറങ്ങാൻ പാടില്ല, ഇങ്ങനെ ഒരുപാട് നിയന്ത്രണം വന്നപ്പോൾ ഇവരാരും കല്യാണ മുടക്കികൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ വിവാഹ ആലോചനകൾ വളരെ ഉഷാറായി നടന്നു. പെട്ടെന്ന് വിവാഹം നടന്നു. ആഡംബര വിവാഹങ്ങളൊക്കെ ലളിതമാക്കി, ചെലവുകളൊക്കെ കുറച്ച് വളരെ പെട്ടെന്ന് കുടുംബങ്ങൾ ഒന്നിച്ചു. അൽഹംദുലില്ലാഹ് വളരെ ഉഷാറായിട്ട് പല കുടുംബം ഇപ്പോൾ ജീവിച്ച് പോകുന്നുണ്ട്. അപ്പോൾ കല്യാണ മുടക്കികൾ അവിടെ പരാജയപ്പെട്ടു, കല്യാണങ്ങൾ സുഖമായി നടന്നു. ഇനി എങ്ങനെയാണ് ഒരു കല്യാണം അന്വേഷിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പല ആളുകളും ഈ അന്വേഷണ രീതിയിൽ വരുന്ന അപാകത കൊണ്ട് ആ കല്യാണം നടക്കാറില്ല. സത്യത്തിൽ ആ കല്യാണ കുടുംബത്തിന് വിവാഹ ബന്ധങ്ങളിലേക്ക് വരാൻ പോകുന്ന കുടുംബം നല്ല കുടുംബമായിരിക്കും, ചേർച്ച നന്നായി ചേരുന്നതായിരിക്കും. പക്ഷെ അന്വേഷണം നന്നാവാത്തത് കൊണ്ട് നമുക്ക് ആ കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് അപ്പം അന്വേഷിക്കേണ്ടത്? എപ്പോഴും ഒരു കുടുംബത്തെ പറ്റി അന്വേഷിക്കുമ്പോൾ ഇതൊന്ന് മനസ്സിൽ വെക്കണം. എനിക്കും ഒരുപാട് ന്യൂനതകളുണ്ട്, ഇതുപോലെ ഈ കുടുംബത്തിനും ഒരുപാട് ന്യൂനതകളുണ്ട് എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ന്യൂനതകൾ മാത്രമാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്കൊരു ബന്ധം ഈ ദുനിയാവിന്ന് കിട്ടാൻ പോണില്ല. കാരണം എനിക്കുള്ള എല്ലാ പ്രശ്നവും അവിടെ ഉണ്ടേ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ കുടുംബമായിട്ട് യോജിക്കൂല. ഇതാദ്യം മനസ്സിലാക്കുക, എല്ലാവർക്കും ഉണ്ട് എന്ന്. പിന്നെ എങ്ങനെ അന്വേഷിക്കണം എന്നുള്ളതിനെ കുറിച്ചാവട്ടെ അടുത്ത ചർച്ച. എങ്ങനെ അന്വേഷിക്കേണ്ടത്? ആരോടാണ് അന്വേഷിക്കേണ്ടത്? ഒരിക്കലും ഇങ്ങനെ അങ്ങാടിയിൽ നടക്കുന്ന, ഓവുപാലത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന, ഹോട്ടലിൽ സൊറ പറഞ്ഞുകൊണ്ട് ഗീബത്തും പരദൂഷണവും പറഞ്ഞ് മറ്റുള്ളവൻ്റെ പച്ചർച്ച് കടിച്ചു മാന്തിട്ട് തിന്നുന്ന, അല്ലെങ്കിൽ ഓവുപാലം കമ്മിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ജോലിക്കും പോകില്ല, പിന്നെ പഠിക്കാനും പോകില്ല, ആളുകളെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നേരം പുലരുന്നവരെ ഈ പാലത്തിൻ്റെ ചോട്ടിലും, അതുപോലെ ഈ ബസ് സ്റ്റോപ്പ് എന്ന പേരിൽ 2 കഴുങ്ങുകളും പൊട്ടിയതും മുറിഞ്ഞതും പോസ്റ്റുകളൊക്കെ മുറിഞ്ഞത് ഇങ്ങനെ 2 കല്ലിൻ്റെ മേലെ കയറ്റി വെച്ച് പഴയ കുറേ ഫ്ലക്സുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പ് എന്ന പേരിൽ ഉണ്ടാക്കിയിട്ട് അവിടെ ഇവന്മാർ 4-5 പേര് ഒരുമിച്ച് വന്ന് ഇരുന്ന് കൊണ്ട് സൊറ പറഞ്ഞ് നേരം പുലരുന്നവരെ അല്ലെങ്കിൽ രാവും പകലും ഒക്കെ ഇരുന്ന് കൊണ്ട് സമയം തള്ളി നീക്കുന്ന ഒരു കമ്മിറ്റി കാണും. അവിടെ പോയിട്ട് അന്വേഷിക്കും. കല്യാണ അന്വേഷണം എങ്ങനെ ഉണ്ടാകും? ആരോടാണ് ഈ ചോദിക്കുന്നത്? നാടിനോ ആ കുടുംബത്തിനോ ഒരു ഗുണം ചെയ്യാത്ത ഇത്തരം ആളുകളോടാണ് നമ്മൾ കല്യാണം അന്വേഷിക്കുന്നത്. അവിടെയാണ് ഒന്നാമത്തെ തെറ്റ്. പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? എപ്പോഴും ഈ കുടുംബവുമായി നല്ല ബന്ധം പുലർത്തുന്ന കുടുംബത്തിനോടാണ് കല്യാണം അന്വേഷിക്കേണ്ടത്. അപ്പം നിങ്ങൾ ചോദിക്കും, നല്ല ബന്ധം പുലർത്തുന്ന കുടുംബം ആരാണ് എന്ന് നമുക്കെങ്ങനെ അറിയാമെന്ന്? അതറിയണമെങ്കിൽ ഒരു ദീനിയായ ഇസ്ലാമിക കുടുംബ ബന്ധം നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും പള്ളിയുമായി ബന്ധപ്പെട്ട, ദീനുമായി ബന്ധപ്പെട്ട, പരസ്പരം സഹകരണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു സഹായിക്കുന്ന ആളുകളുമായി നമ്മൾ അന്വേഷിക്കുക. അല്ലെങ്കിൽ നാട്ടുപ്രമാണിമാരായ ആൾക്കാർ, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് അംഗീകാരമുള്ള ഒരു ആളുകളുമായിട്ട് പള്ളിയോട് ബന്ധപ്പെട്ട, ആ പള്ളി മഹല്ല് സെക്രട്ടറി, പ്രസിഡന്റ്, എല്ലാ മഹല്ല് പ്രസിഡന്റും ഞാൻ ഇങ്ങനത്തെ ആളാണെന്ന് പറയുന്നില്ല കേട്ടോ. അത്തരക്കാരുമായിട്ട് നമ്മൾ അന്വേഷിക്കുക. ഈ ഡാഷ് കുടുംബം ഈ പള്ളിയോട് എത്രത്തോളം ബന്ധമുണ്ട്? അവർ നിസ്കരിക്കാൻ വരാറുണ്ടോ? മറ്റുള്ളവരെ സഹായിക്കാറുണ്ടോ? എങ്ങനെയാണ് അവരുടെ ജീവിത നിലവാരം?
അവർക്ക് പിന്നെ കള്ള് ഹറാമുമായി അല്ലെങ്കിൽ അത്തരം അനുവദിക്കാത്ത സംഗതിക്കുമായി ഇവർക്ക് എത്രത്തോളം ബന്ധമുണ്ട്, ഈ പയ്യൻ മദ്യപാനിയാണോ, ഇവൻ്റെ കൂട്ടുകാരാരൊക്കെയാണ്, ഈ പെണ്ണിൻ്റെ വാപ്പയുടെ ബിസിനസ് എന്താണ്, എങ്ങനെ എന്നീ കാര്യങ്ങളൊക്കെ പള്ളിയുമായി അടുത്തിടപഴങ്ങിയ ആളുകളുമായി ഒരു ചെറിയ അന്വേഷണം ആദ്യം നടത്തണം. ഒരിക്കലും ഒരു ആണിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് ഓടിച്ചെന്ന് ചോദിക്കുന്നത് അത്ര പന്തിയല്ല. കാരണം ഈ സുഹൃത്തും ഇവനും തമ്മിലുള്ള ബന്ധം നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഇവൻ്റെ എതിരാളിയായിരിക്കും, ആത്മാർത്ഥ സുഹൃത്തായിരിക്കും, ചോദിച്ചാൽ അവൻ്റെ കുറ്റേ പറയുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഒരു തീരുമാനത്തിലെത്തണം, ആരോട് അന്വേഷിക്കണം, എങ്ങനെ അന്വേഷിക്കണമെന്ന്. ആദ്യമേ പറയട്ടെ, കുറ്റങ്ങൾ ഇഷ്ടം പോലെ കാണും, കുറവുകൾ ഒരുപാട് നമ്മൾ കേൾക്കും. ഇതൊക്കെ എനിക്കുമുണ്ട്, ഈ അന്വേഷിക്കുന്ന ആൾക്കുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ ആ കുറവുകളും കുറ്റങ്ങളൊന്നും നമുക്ക് ചെവി കൊള്ളാൻ കഴിയില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇങ്ങനെ ആ നല്ല മനുഷ്യരോട് മാത്രമേ അന്വേഷിക്കാവൂ. ഒരിക്കലും ഒരു തെമ്മാടിയായ ആളോട് പോയിട്ട് ഒരു ആളെക്കുറിച്ച് ചോദിക്കരുത്. അവനൊരു മോശപ്പെട്ട ആളാണെങ്കിൽ അവൻ മോശങ്ങൾ കാണാൻ ശ്രമിക്കും. ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. അപ്പൊ നല്ല വൃത്തിയുള്ള സത്യസന്ധരായ ആ നാട്ടിലെ നല്ല മനുഷ്യരോട് പോയിട്ട് അന്വേഷിക്കുക, ഈ കുടുംബത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം നല്ലതേ ആദ്യം പറയൂ, ഉറപ്പാ. ഇനി നിങ്ങൾക്ക് മോശത്തരങ്ങൾ അറിയണം എങ്കിൽ രണ്ടാമത്തെ അന്വേഷണത്തിൽ ഒന്നും കൂടി ഡീപ്പായിട്ട് പോകാം. എങ്ങനെ? അപ്പൊ ഇവന്റെ അടുത്ത ബന്ധുക്കള്, സുഹൃത്തുക്കള്, അവരുമായിട്ട് ഒരാളോട് പോരാ, 5 or 10 ആളുകളെ കണ്ടു ചോദിക്കണം. അതിൽ നിന്നും നമ്മളൊരു ആവറേജ് എടുക്കാം. എല്ലാവരും നല്ലത് പറയില്ല. ഇങ്ങനെയൊക്കെ ആയിപ്പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നാളെ സങ്കടം വരില്ല. അത്രയോ ഞാൻ അന്വേഷിച്ചില്ലല്ലോ, ഞാനത് അറിഞ്ഞില്ലല്ലോ എന്ന സങ്കടം വരില്ല. അങ്ങനെ വൺസ് നമ്മൾ കണ്ടെത്തി അങ്ങാണ്ട് കുടുംബ ബന്ധം ഒന്ന് ഉറച്ചു വെക്കുക. പിന്നെ അന്വേഷണം എന്ന സാധനേ പാടില്ല. എല്ലാം തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് നമ്മൾക്ക് ഉണ്ടാവണം. പിന്നെ കുറ്റങ്ങൾ ഒരുപാട് കേൾക്കും, കുറവുകൾ ഒരുപാട് കേൾക്കും, അവിടെ ശരിയല്ല ഇവിടെ ശരിയല്ല, ചെവിയിലോട്ട് കേട്ട് അങ്ങോട്ട് വിട്ടേക്കണം. 100% ആ കേട്ടത് മാത്രം, ഏത് ആദ്യം കേട്ടത് മതി, പിന്നെ കേട്ടതൊന്നും ശരിയല്ലെന്ന നിലക്ക് ഇത് തീരുമാനമായി നിക്കാഹ് ഉറപ്പിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും എൻഗേജ്മെന്റ് ഉണ്ടാക്കിയാൽ പിന്നെ അതിലേക്ക് തല കൊടുക്കാണ്ടിരിക്കുക. പിന്നെ പല ഫോഴ്സുകളും നമുക്ക് വരും അതിൽ നിന്ന് പിന്തിരിയാൻ. കാരണം ഈ ബന്ധവും യോജിക്കുന്നത് ഒരു പക്ഷേ നാട്ടിലെ മറ്റു ആളുകൾക്ക് ഇഷ്ടാവില്ല, പല കാരണം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിലൂടെ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല കുടുംബവുമായി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ കല്യാണം അന്വേഷിക്കുന്നത് തന്നെ എങ്ങനെ, ആരോട് എന്നുള്ള കാര്യങ്ങൾ തെറ്റുന്നത് കൊണ്ടാണ് പല കുട്ടികൾക്കും കല്യാണം നടക്കാത്തത്. പല പെൺകുട്ടികളെയും കെട്ടിച്ചയക്കാൻ പറ്റുന്നില്ല. പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതിനേക്കാൾ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നാണ് ഇപ്പൊ കൂടിക്കൂടി വരുന്നത്. കാരണം അവരുടെ കൂട്ടുകെട്ട് അങ്ങനെയാണ്. നല്ല കുട്ടി ആണെങ്കിൽ പോലും, ഈ പയ്യൻ നല്ലവനാണെങ്കിൽ പോലും അവന്റെ കൂട്ടുകാരൻ മോശമാണെങ്കിൽ ആളുകൾ എന്താ പറയാ, ഇവന്റെ ഒപ്പാണ് അവന്റെ ലൈഫ്, അതോടുകൂടെ തീർന്നോട്ടാ. ഇവൻ നന്നായി നിസ്കരിക്കുന്നവനാകും, ഇവൻ സത്യസന്ധനാകും, ഇവൻ ഭയങ്കര ദീനിയാകും, സൽക്കർമ്മിയാകും. പക്ഷേ അവന്റെ കൂട്ടുകാരൻ മോശപ്പെട്ട ഒരാളാണെങ്കിൽ സ്വാഭാവികമായും ഈ വാർത്തയായിരിക്കും അങ്ങ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണം അന്വേഷിക്കുമ്പോൾ ഈ കാര്യം നന്നായി അന്വേഷിക്കണം. ആ കുട്ടി നിരപരാധിയാണ്, അവന്റെ കൂട്ടുകാരനാണ് മോശപ്പെട്ട ആള് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി ആൺകുട്ടികളാണെങ്കിൽ നമ്മളും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. നമുക്ക് ഒരു കല്യാണം അന്വേഷിച്ച് വരുന്നവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ നമ്മൾ എന്ത് ചെയ്യണം, അത്തരം കൂട്ടുകെട്ടുമായി ഒരു അകലം പാലിക്കുന്നത് നല്ലതല്ലേ. നമുക്ക് എത്ര നല്ല കൂട്ടുകാർ വേറെ ഉണ്ട്. അതുകൊണ്ട് ഈ മോശമായ അവസ്ഥയിലൂടെ എപ്പോഴും അനാവശ്യം പറയുന്ന